ഓക്കെ, ശ്രീ അരുൺകുമാർ, താങ്കളുടെ പാർട്ടിയെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് പെട്ടെന്ന് മറുപടി, അതിനുശേഷം മറ്റു വിഷയങ്ങളിലേക്ക് പോവാം. അല്ല അഭിലാഷേ, 50 മിനിറ്റ് ചർച്ചയിൽ 4 മിനിറ്റ് തന്ന ഏറ്റവും വലിയ നീതി നിഷേധമാണ് എന്നോട് കാണിച്ചത്. അത് ഞാൻ പറയാണ്. ഇവിടെ CPM ഇവരുടെ കണ്ണിലെ കരടാണ്. കാരണം CPM ആണ്. നിയമ പോരാട്ടം നടത്തി മുന്നോട്ട് പോകുന്നു. അല്ല, എന്നാലും 4 മിനിറ്റ് എന്നുള്ള തികച്ച മര്യാദകേടാണ്. 50 മിനിറ്റിൽ 4 മിനിറ്റുള്ള ചർച്ചയ്ക്ക് വേണ്ടി 1 മണിക്കൂർ ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല. അത് ഞാൻ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇവിടെ CPM-നെ അങ്ങനെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുക രണ്ടുപേരും. അന്നേരം എനിക്ക് മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം എന്താണ്? കാരണം ഞങ്ങൾ പോയി നിയമ പോരാട്ടം നടത്തിയപ്പോൾ ഇവരുടെ കോടികൾ നഷ്ടപ്പെട്ടു. ഇനിയും കിട്ടാനിരുന്നതാണ്. 8500 കോടി BJP-ക്ക് കിട്ടിയേ. ഞങ്ങൾ ബക്കറ്റ് കളക്ഷൻ നടത്തുന്ന പാർട്ടി എന്നും പറഞ്ഞ് ഇവർ നിരന്തരം ഞങ്ങളെ കളിയാക്കും. ഞങ്ങൾ ബക്കറ്റ് കളക്ഷൻ നടത്തും, കൂപ്പൺ കളക്ഷൻ നടത്തും. ഞങ്ങൾ കൃത്യമായി ആ കണക്ക് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കും. ക്യാഷ് 20,000 രൂപ വരെ കയ്യിൽ ക്യാഷായിട്ട് വാങ്ങിക്കും. നിയമപ്രകാരം 20,000 രൂപയ്ക്ക് അധികമാണെങ്കിൽ അത് ബാങ്ക് വഴി വാങ്ങിക്കും. ഞങ്ങൾക്ക് പൈസ കിട്ടി എന്നുള്ള വിവരം നിങ്ങൾ അറിയുന്നത് ഞങ്ങൾ കൊടുത്ത കണക്കിൽ നിന്നാണ്. ഇലക്ഷൻ കമ്മീഷന് സുതാര്യമായി ഞങ്ങൾ കൊടുക്കുന്ന കണക്ക് കൃത്യമായി ഞങ്ങളുടെ സൈറ്റിലും ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലും പബ്ലിഷ് ചെയ്യുമ്പോഴാണ് ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി പണം മേടിച്ചു വച്ച് ഇത്രയും വലിയ കുംഭകോണം നടത്തി നിരവധി ആനുകൂല്യങ്ങൾ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് കൊടുത്ത് ED കാണിച്ച് ഭയപ്പെടുത്തി ആ പണം മുഴുവൻ ഇലക്ട്രൽ ബോണ്ട് ED വരും, അതിനുശേഷം ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യും. ഏറ്റവും നഷ്ടത്തിലുള്ള കമ്പനി, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഫോൺ കട്ടായി പോയി, ഭാരതി എയർടെൽ 65,000 കോടി രൂപയുടെ നഷ്ടമാണ്. 1,200 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് എടുത്തിരിക്കുകയാണ്. നവയുഗ എഞ്ചിനീയറിംഗ് 496 കോടി രൂപയുടെ നഷ്ടമാണ്. 55 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് എടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ തുച്ഛമായിട്ട് ലാഭമുള്ളതും കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് എടുക്കേണ്ടി വരുന്ന സാഹചര്യം. എല്ലാവരും ഭയപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇത് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവർത്തനാനുമതി നിഷേധിക്കുകയാണ്. ഗവൺമെന്റിന്റെ ആനുകൂല്യം, പോളിസി ഡിസിഷൻ, എല്ലാ കാര്യത്തിലും പച്ചയായി അഴിമതി എടുക്കുക. ഇപ്പൊ കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ്, പക്ഷെ പൈസ ഞങ്ങൾ മേടിച്ചു. എന്നാൽ നിങ്ങൾക്കും പൈസ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കാമായിരുന്നില്ലേ? ഇവിടെ ഓരോ ചെറിയ പാർട്ടി, ഞാൻ പറയാം, ഏറ്റവും ചെറിയ പാർട്ടിയാണല്ലോ മഹാരാഷ്ട്ര ഗോമന്തക് പാർട്ടി. 60 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാറില്ല. ഇവിടെ നിതീഷ് കുമാർ ഇപ്പൊ BJP-യുടെ ഘടകകക്ഷി എന്താ പറഞ്ഞേ? ആരോ തന്നിട്ട് പോയി ഒരു കവറ് തുറന്നു നോക്കിയപ്പോ കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് ആയിരുന്നു എന്ന്. ഇതൊക്കെ ആര് വിശ്വസിക്കും? ഇവിടെ സുതാര്യമായി ചങ്കുറ്റത്തോടെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട. കേരളത്തിൽ CPM ഇത് വാങ്ങിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ എത്ര കോടി രൂപ വാങ്ങിക്കാൻ കഴിയുമായിരുന്നു? അതെ, ഞങ്ങൾ കൃത്യമായി പറയുന്നു. അതുകൊണ്ട് ഇവിടെ സാന്റിയാഗോ മാർട്ടിന്റെ കാര്യം പറഞ്ഞു. ദേശാഭിമാനി 2 കോടി വാങ്ങിയെന്നും അത് നിശ്ചിതമായി സമയം കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊടുത്തുവെന്നും അതിന്റെ റിസീപ്റ്റ് അടക്കം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അതൊക്കെ ഞങ്ങൾ പറഞ്ഞേക്ക് റിസീപ്റ്റ് അടക്കം പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ 8,500 കോടി രൂപ പോക്കറ്റ് വെച്ചിട്ട് നിങ്ങൾ പണ്ട് ദേശാഭിമാനി 2 കോടി കടം മേടിച്ചിട്ടില്ലേ? അത് കടപ്പത്രമാണ്, കടമാണ്. നിശ്ചിത കാലത്തേക്ക് പ്രവർത്തനാനുമതിക്ക് വേണ്ടിയിട്ടാണ്. അതൊക്കെ ഞങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു പോയതാണ്. ഞങ്ങൾക്ക് DMK പണം തന്നിട്ടുണ്ടെങ്കിൽ അതും ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ സഹായിക്കാൻ പാടില്ലെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എത്രയോ പേരെ സഹായിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്രയോ പേരുടെ സഹായം പേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ പൊതുസമൂഹമായിട്ട് അറിയാം മിസ്റ്റർ സന്ദീപ് വാര്യർ. ഇത് ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ കള്ളമാണ് അഴിമതി പാർട്ടിക്ക് നിങ്ങൾ പണം വാങ്ങുന്നത്. ശരി, ഓക്കെ.